ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, 2026 റഷ്യ ലോക ശക്തിയായി വളർന്നു വരും എന്നുള്ളൊരു പ്രവചനമുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനമാണ്. ഞാൻ ഈ പ്രവചനങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ 2026 ഘോര യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ജനുവരി 1 തീയതി തന്നെ ട്രംപ് വെനിസ്വേലയിലേക്ക് ബോംബിടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ആ സമയത്ത് പല ആൾക്കാരും ഈ വാങ്കയുടെ പ്രവചനത്തെ എടുത്ത് കോട്ട് ചെയ്ത് കണ്ടില്ലേ ഇപ്പൊ സത്യമായില്ലേ എന്നൊക്കെ പറഞ്ഞ് പല കമന്റ്സും അതിൽ ഇറക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം ഇതൊന്നുമല്ല. ഇപ്പോൾ റഷ്യ, ഇറാൻ, അമേരിക്ക ഒരു വലിയ സംഘർഷ മുഖത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സംഘർഷ മുഖത്തിലേക്ക് നിൽക്കുമ്പോൾ 4 GCC രാജ്യങ്ങൾ ഇടപെട്ടിട്ട് അവർ അമേരിക്കയ്ക്കും താക്കീത് കൊടുത്തിട്ടുണ്ട്, ഇറാനും താക്കീത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് താക്കീത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് പ്ലീഡ് ചെയ്തിട്ടുണ്ട് അമേരിക്കയോട്. അവര് അമേരിക്കയോട് പറഞ്ഞത്, അതായത് ഖത്തർ, ഒമാൻ, ഈജിപ്റ്റ്, പിന്നെ സൗദി അറേബ്യ, അവര് പറഞ്ഞത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ വാഷിംഗ്ടൺ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എണ്ണവില കുതിച്ചുയരും, ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടും, ഇത് US സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും, അതുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. US സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ലോകമെമ്പാടും ഈ എണ്ണവിലയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകും. പിന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട, വളരെ ഭീകരമായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇതിൽ മയപ്പെട്ടതെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഡൊണാൾഡ് ട്രംപ് ഒരു ഈഗോയിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ 4 രാജ്യങ്ങളുടെ വാക്ക് കേൾക്കുകയും കൂട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അങ്ങോട്ടേക്ക് മധ്യേഷ്യയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. 70 ഫൈറ്റർ ജെറ്റുകൾ, 8000 അമേരിക്കൻ പട്ടാളക്കാർ, ആണവ കാരിയർ, ന്യൂക്ലിയർ കാരിയറുകൾ എല്ലാമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഒരു മുഖത്ത് തന്നെയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനിടയിൽ റഷ്യയുടെ ഒരു മാസ് നീക്കം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ റഷ്യ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല. യുക്രൈൻ യുദ്ധമായിട്ട് റഷ്യ ഒരു സൈഡിൽ കൂടെ പോകുന്നു, അമേരിക്ക ഉപരോധങ്ങൾ അടിച്ചു കൊടുക്കുന്നു. ആ ഉപരോധങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റഷ്യ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുക്രൈനെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത വാർത്തയിൽ ഇറാന്റെ സ്റ്റാർ ലിങ്ക് റഷ്യ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ, കഴിഞ്ഞ ദിവസം പുടിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് അവർ തമ്മിൽ വലിയ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിക്കളിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ റഷ്യക്കും നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ തെളിയിച്ചു തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നെതന്യാഹുവായിട്ട് സംസാരിച്ചു, ഇറാന്റെ തലവന്മാരുമായിട്ട് സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ റഷ്യ ഇറങ്ങിക്കളിക്കുമ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകാനാണോ സാധ്യത, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അയവ് വരാനാണോ സാധ്യത, ഇത് യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണോ റഷ്യയുടെ നീക്കം? അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്ത വരുന്നത്, ഇന്ത്യ ചബഹർ തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു, അത് ഉപരോധം ഭയന്ന് നിർത്തിവെച്ചു എന്നാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രതിപക്ഷം അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യ പേടിച്ചു, മോദി പേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലും അതിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എന്താണ് തോന്നുന്നത്? ബാബ വാങ്കയുടെ പ്രവചനം ഏതാണ്ട് ശരിയാണോ അല്ലോ എന്നറിയില്ല. അതായത് വാങ്ക പ്രവചിച്ചിരിക്കുന്ന മാർച്ച് ഏപ്രിൽ ലോകയുദ്ധം ഉണ്ടാകും. അത് ഈ ദക്ഷിണ ഏഷ്യയിലായിരിക്കും രൂപം കൊള്ളുന്നെങ്കിലും അത് പാശ്ചാത്യ ലോകത്തേക്ക് പടരുകയും വൻ യുദ്ധമായി തീരുമെന്നൊക്കെയാണ് പ്രവചനം അവിടെ നിൽക്കട്ടെ. പക്ഷെ റഷ്യ പതിവിൽ നിന്ന്, അതായത് നമ്മൾ വളരെക്കാലമായിട്ട് റഷ്യയുടെ ഒരു റഷ്യ പറഞ്ഞത് ശരിയാ, അവര് ഈ യുക്രൈൻ വാറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയും റഷ്യ പലപ്പോഴും, പ്രത്യേകിച്ച് വെനിസ്വേലയുടെ കേസിലായാലും സിറിയയില് അവരുടെ കൂടെ ഒരു ഭരണകൂടമായിരുന്നല്ലോ, അവിടുന്ന് ഈ തുരത്തി പുതിയ ഭരണകൂടം വരുന്നു, അവരുടെയും ഇറാന്റെയും ഒക്കെ സപ്പോർട്ടിലായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും ഒക്കെ നിശബ്ദമായി ഇരിക്കുന്ന ഒരു പുടിനെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. പക്ഷെ എല്ലാത്തിനും ചേഞ്ച് വരികയാണ്. ഇത് രഹസ്യമായി നടന്നൊരു ചേഞ്ച് അല്ല. പുടിൻ വളരെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതെനിക്ക് തോന്നുന്നത് മലയാളത്തില് നമ്മൾ മാത്രമാണ് അത് ചർച്ച ചെയ്തിട്ടുള്ളത്. റെലോസ് കരാർ എന്നാണ് അതിന്റെ പേര്. ആ റെലോസ് കരാറിനെ കുറിച്ച് സമഗ്രമായി ഒരു ഡിസ്കഷൻ പല ദിവസങ്ങളിലായി നടത്തിയ ഒരേ ഒരു മാധ്യമ സ്ഥാപനം ഇതാണെന്ന് പറയുന്നത് ഞാൻ ഒട്ടും മടിക്കുന്നില്ല. ഞാൻ വേറെ എങ്ങും അത് കണ്ടിട്ടുന്നില്ല. പ്രേക്ഷകരും വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടിരുന്നില്ല സാധനം. ആ കരാറിനകത്ത് വിശദമായി തന്നെ പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മളുടെ സഖ്യകക്ഷികളുടെ മായിട്ടുള്ള നമ്മളുടെ ഇടപാടുകൾ മറ്റൊരു തരത്തിലാണ്. അവർക്ക് ആയുധം നൽകുക മാത്രമല്ല, നമ്മുടെ സൈന്യവും അവർക്കൊപ്പം നിൽക്കുകയും ടെക്നോളജി നൽകുമ്പോൾ അവർക്ക് വേണ്ട എന്തും നൽകാം എന്ന് പറയുന്നു. ഇവിടെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീത യുദ്ധകാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ കീഴിൽ വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി മുൻപോട്ട് പോകുന്ന കാഴ്ച. റഷ്യയുടെ നേതൃത്വത്തിൽ
ഒരു വിഭാഗം രാജ്യങ്ങൾ അണിനിരക്കുന്ന കാഴ്ച. അവിടെ അതിനിടയിൽ ഇന്ത്യയെ പോലെ ചേരിചേരാ നയവുമായി എങ്ങും ഒരു ചേരിയില്ലാതെ അല്ലെങ്കിൽ ഒരു ചേരിയുമായി ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് റഷ്യയെ സംബന്ധിച്ച് പറയണെങ്കിൽ വെനുസില അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലായിരുന്നെങ്കിലും ഫ്രണ്ട് ആയിരുന്നു. സിറിയ, അങ്ങനെ ഓരോ ഇടങ്ങളിലും അമേരിക്കയും ആ സഖ്യകക്ഷികളും മുന്നേറുന്നു. കാരണം ഇതേ രീതിയിൽ വകവെച്ചു കൊടുത്താൽ സംഭവിക്കുന്നത് വലിയ അപകടകരമാണ് റഷ്യക്ക്. പ്രത്യേകിച്ച് ഞാൻ മുൻ ചർച്ചകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഇറാൻ അങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാനോ ആക്രമിക്കാനോ ട്രംപിന് കഴിയില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന അനവധി രാജ്യങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ജംഗ്ഷനാണത്. ആ ജംഗ്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ റഷ്യക്കോ ഇന്ത്യക്കോ ചൈനയ്ക്കോ അഫ്ഗാനിസ്ഥാനോ ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള, അതായത് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനോ ഒക്കെ നമ്മളടക്കമുള്ളവർക്ക് കഴിയാത്തൊരു സാഹചര്യം വരും. ഇനി എന്താണ് അവിടെ നടക്കുക? അതുകൊണ്ട് തന്നെ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല. ഇതിനകത്ത് എല്ലാവരും പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ചൈനയും ഇന്ത്യ റഷ്യ ഒന്നും ഇറങ്ങിയില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും. അവർ ആയുധം കൊടുക്കുകയോ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തികം കൊടുക്കുകയോ ഒക്കെ ചെയ്യുക തന്നെ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ പിടിച്ചെടുത്തപ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ട് വഴി കൂടെ വന്നിട്ട് ഒരു ജംഗ്ഷനിലാണ് നമ്മൾ കണ്ടുമുട്ടാറുള്ളത്, ഇല്ലെങ്കിൽ നമ്മുടെ ഇടപാടുകൾ നടക്കാറുള്ള ജംഗ്ഷനിലാണ്. നാളെ ആ ജംഗ്ഷനിൽ വേറൊരു വൃത്തം വന്ന് കയ്യേറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുമുട്ടാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരാൻ പറ്റും? ഇത് തന്നെയാണ് അതിന്റെ ഒരു ജിയോഗ്രാഫിക്കൽ വശം. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ ഇടപെട്ടത്. റഷ്യ ആദ്യം ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരുന്നു. റഷ്യ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത്, അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ നമ്മൾ അത് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ചൈന പറഞ്ഞിരുന്നു. ഇന്ത്യയും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യ പറഞ്ഞത് അവിടെ അത് ആഭ്യന്തര വിഷയം മാത്രമാണ് അവരുടെ, അത് അവർ തന്നെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാകും, ചർച്ചകളിലൂടെ അത് പരിഹരിക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന ചില വാർത്തകൾ, ഇറാൻ പ്രധാനമന്ത്രി ശ്രീമാൻ പെഷസ്കിയ നരേന്ദ്രമോദി വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പൊ ആദ്യ ബാച്ച് എത്തി, ഇന്ത്യക്കാരെ ഇവിടെ എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിന് പിന്നാലെ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സുദീർഘമായ ഒരു സംസാരം നടക്കുന്നു. ഈ GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയെയും ഖത്തറും കുവൈറ്റും അടക്കം അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഈ വ്യോമത്താവളങ്ങളുള്ള രാജ്യങ്ങൾ ട്രംപിനോട് ആവശ്യപ്പെടുന്നു യുദ്ധത്തിന് പോകരുത്. കാരണം യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇത് കൈ നിൽക്കത്തില്ല. കാരണം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. കാരണം ഇറാൻ നമ്മൾ വിചാരിക്കുന്നതൊക്കെ മറ്റ് രാജ്യങ്ങളെ അടിച്ചൊതുക്കുന്നതൊക്കെ ഒതുക്കുക പ്രയാസകരമാണ്. കാരണം അവരുടെ കയ്യിലും വിനാശകരമായ ആയുധങ്ങളുണ്ട്. ഒരുപക്ഷെ അത് അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിക്കില്ലായിരിക്കും, പക്ഷെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് നേരെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ അമേരിക്കയ്ക്കും കുറെ പാടുപെടേണ്ടി വരുമെന്ന് മാത്രമല്ല, ആ സഖ്യകക്ഷി രാജ്യങ്ങളായ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വളരെ വേദനയോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നത് ഇറാനെ അടിക്കണം, നിലംപരിശാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇറാന്റെ ഒരു 10 മിസൈൽ സൗദിയിലും UAE-യിലും ഖത്തറിലും ഒക്കെ വീണഴിഞ്ഞാൽ 10-25 ലക്ഷത്തോളം മലയാളികൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി പോലും ഇല്ലാതെ അവർ തിരിച്ചു വരാൻ പോലും പാടുപെടുന്ന ഒരു അവസരമായിരിക്കും. കാരണം നമ്മുടെ രാജ്യം അവരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയില്ല. ഇത്രയും ലക്ഷക്കണക്കിന് പേരെ പെട്ടെന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ എത്തിച്ചു കഴിഞ്ഞാലും കാണും നമ്മളതിന് ദുരിതഫലം അനുഭവിക്കേണ്ടി വരും. മലയാളികൾ അതുകൊണ്ട് കമന്റ് ഇടുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുക. പശ്ചിമേഷ്യയിൽ എവിടെ ഒരു തീപ്പരി വീണാലും ഈ പ്രവാസി മലയാളികളുടെ പടം കൊണ്ട് ജീവിക്കുന്ന കൂടി ഒരു സംസ്ഥാനമാണ് കേരളം. അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കമന്റ് ഇടാനായിട്ട്. അതായത് ഒരു യുദ്ധം ഉണ്ടാകട്ടെ, ഖമേനിയെ അടിച്ചു പൊളിക്കൂ, ഇറാനെ നശിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഇറാനും വെറുതെ ചെറിയൊരു രാജ്യമല്ല. അവരങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെങ്കിലും ഒരു മിസൈൽ വീണാൽ, ഒരു എണ്ണപ്പാടം വീണാൽ ഈ തൊഴിലാളികൾ, നമ്മുടെ ഒക്കെ ഒരുപാട് പേര് റിഗിലുകൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരെല്ലാം തിരിച്ചു വരുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കണ്ടതാണ് ഇറാൻ യുദ്ധകാലത്ത് പ്രവാസികളിൽ അനുഭവിച്ചത്. എത്ര പേർക്ക് കോൺട്രാക്റ്റുകൾ മറ്റുമുണ്ടായിരുന്നു, അവർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? എത്ര പേര് പെരുവഴിയായിപ്പോയി. ഇറാഖ് യുദ്ധകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ ഭീകരമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ. പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് ഇപ്പൊ തന്നെ നിൽക്കുന്നത്. ലക്ഷം കോടി രൂപയാണ് ജനിക്കാനുള്ള കുട്ടികൾക്ക് വരെ കടമുണ്ട് ഈ സംസ്ഥാനത്ത്. അങ്ങനെയുള്ള അതും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ യുദ്ധം വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഇറാനാണ്, അത് മുസ്ലിം രാജ്യമാണ്, അതുകൊണ്ട് അവരുടെ തലമണ്ടക്കിട്ട് അടിക്കാമെന്ന് ചിന്തിക്കരുത്. ആദ്യം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ചിന്തിക്കുന്നത്, അല്ലെ? പ്രാക്ടിക്കലിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ അതുകൊണ്ട് റഷ്യ ഇടപെടുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവും പുടിനുമായി അത്യാവശ്യം നല്ല ബന്ധമുള്ള 2 നേതാക്കളാണ്. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ബെഞ്ചമിൻ നെതന്യാഹു, മോദി, പുടിൻ ഇവരെല്ലാം ഭയങ്കരമായി കണക്റ്റഡ് ചെയ്തിട്ടുള്ള 3 സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ
അനവധി വട്ടമാണ് ഇസ്രായേലിന്റെ മന്ത്രിമാർ പുടിനുമായിട്ട് അവിടെ പോയി ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. കാരണം അവര് പുടിനുമായിട്ട് ചർച്ച ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ പറയാൻ വേണ്ടിയിട്ടില്ല. ഇന്നുവരെ ഇസ്രായേൽ യുക്രൈൻ യുദ്ധത്തിനകത്ത് ഒരു സ്റ്റാൻഡും എടുത്തിട്ടില്ല. ഇന്നുവരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. യുദ്ധം നിർത്തണമെന്നും പറഞ്ഞിട്ടില്ല, യുദ്ധം തുടരാനും പറഞ്ഞിട്ടില്ല. അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ കൺട്രോൾ മുഴുവൻ വെച്ചിരിക്കുന്ന റഷ്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുമായി ചർച്ച നടത്തുന്ന അവരെ സംബന്ധിച്ച് ഗുണകരമാണ്. കാരണം യുദ്ധം ഒരു രാജ്യത്തെ നശിപ്പിക്കുകയുള്ളൂ, ഗുണപ്പെടുത്തത്തേ ഇല്ല. അത് ഏത് രാജ്യമായാലും ഇപ്പൊ നമ്മുടെ രാജ്യം നാളെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായും ആൾനാശവും സാമ്പത്തിക നഷ്ടവും വരുത്തു. ലോകത്ത് ഒരു യുദ്ധവും ലാഭം കൊണ്ട് തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പം ഈ അവസരത്തിലാണ് റഷ്യ നേരിട്ട് തന്നെ ഇറങ്ങുന്നു, ഇവരെ വിളിക്കുന്നു. അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുന്നു, അവരെ ആക്രമിക്കരുത്, തൽക്കാലം ഒന്ന് അടങ്ങൂ എന്ന് പറയുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾ ശക്തമായ നിലപാടാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ എടുത്ത്, പറ്റത്തില്ല എന്ന് തന്നെ അവർ തുറന്നു പറഞ്ഞു. കാരണം അതിന്റെ അടി തിരിച്ചു കിട്ടുന്ന ഇവർക്കാണ്. ഈ അമേരിക്കയ്ക്ക് വന്ന് ബോംബിട്ടിട്ട് പോയാൽ മതി, അടി തിരിച്ചിട്ടുന്ന അവർക്കാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈജിപ്റ്റ് അടക്കം പറഞ്ഞു പറ്റില്ല എന്ന് അവർ പറയുന്നു. റഷ്യ പറഞ്ഞു ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ്, ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പോൾ ഇപ്പൊ അതിനിടയ്ക്ക് വന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഖമേനി ബങ്കറിലേക്ക് മാറി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. കാരണം ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ മൊസാദോ ഇല്ല, അമേരിക്കൻ ചാര സംഘടനയോ അല്ല, ചിലപ്പോൾ അവരുടെ കയ്യിൽ ആധുനിക ഉപകരണങ്ങളുണ്ട്. നമ്മൾ കണ്ടാണ് മുമ്പ് ഈ ഇറാന്റെ സയന്റിസ്റ്റുകളുണ്ട്, ഈ ആണവ ആയുധങ്ങളും മറ്റും നിർമ്മിക്കുന്ന സയന്റിസ്റ്റുകളെ ഈ ലേസർ ബോംബല്ല, അതിന് ഈ ലേസർ ഉപകരണങ്ങൾ വെച്ചിട്ട് കൊലപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഖമേനി അത്തരത്തിലേക്ക് മാറിയത്. നമുക്കറിയാം ഹമാസിന്റെ ലീഡറെ ഇറാന്റെ ഈ സൈനിക പ്രൊട്ടക്ഷന് നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ കൊല്ലുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും. കാരണം ഇപ്പൊ അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനിടയിൽ മറ്റൊരു കോളും കൂടെ ഇന്ത്യക്ക് എത്തി, എസ് ജയശങ്കറിന് എത്തിയിരുന്നു. അതും കൂടെ നമുക്ക് പറയാം. പഹലവിയുടെ കോള് വന്നിട്ടുണ്ട്. അതായത് ഈ പ്രക്ഷോഭം നയിക്കുന്ന ലീഡർ ഉണ്ടല്ലോ, പ്രക്ഷോഭം നയിക്കുന്ന വെച്ചാൽ പുള്ളി അവിടെ ഇല്ല സ്ഥലത്ത്. ഈ പ്രക്ഷോഭം വിജയിച്ചാൽ അവിടെ പ്രസിഡന്റ് ആകുമെന്ന് പറയുന്ന പഹലവി ഉണ്ടല്ലോ, ഷായുടെ മകൻ, അദ്ദേഹവും വിളിച്ചിട്ടുണ്ട് ഇന്ത്യയെ. ഇന്ത്യ പിന്തുണയ്ക്കണം, ഞങ്ങളിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടാണ് ഞങ്ങളുടെ ഡീല്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടു വളർന്നതാണ് ഇന്ത്യ ഇറാൻ ബന്ധം, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകണം. ശരിയായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിന് 10-60 വയസ്സൊക്കെ കാണത്തുള്ളൂ, 10-70 വയസ്സൊക്കെ, 60-65 വയസ്സൊക്കെ കാണത്തുള്ളായിരിക്കും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ. കാരണം ഇന്ത്യയും പേർഷ്യയുമായിട്ട്, അതായത് ഇപ്പോഴത്തെ ഇറാനുമായിട്ടുള്ള ബന്ധം ഇന്നും നിലം തുടങ്ങിയതുമല്ല. അപ്പൊ അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ റഷ്യ ഒരു ഹീറോ ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ ഇടപെടാനായിട്ട്, അതായത് ഇസ്രായേലിന് റഷ്യ പറഞ്ഞിട്ട് പുടിൻ കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ സൈന്യത്തെ ഇറക്കില്ല, ഞങ്ങൾ നേരിട്ട് വരില്ല ഇറാനെ സഹായിക്കാനാണെന്ന് എന്ന്. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഉക്രൈനാണ്, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് വരില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആയുധം, ടെക്നോളജി ഇതെല്ലാം റഷ്യയുടെ തന്നെ കിട്ടും. ഇതാണ് അതിന്റെ പ്രശ്നവും. അവർ നേരിട്ട് വരില്ലായിരിക്കും, സത്യമാണ്. കാരണം റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കൊടുത്ത് ഇറാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സഹായം തിരിച്ചും ഉണ്ടാകുമല്ലോ. അത് തന്നെയല്ല, ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളുടെയും മറ്റുമൊക്കെ മുഴുവൻ ടെക്നോളജിയും കാര്യങ്ങളും ഇരിക്കുന്ന റഷ്യയുടെയിലാണ്. അപ്പൊ അവര് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കണക്കേ ഉള്ളൂ, ഞാൻ ആയുധമെടുക്കത്തില്ല, പക്ഷെ ഞാൻ ഡ്രൈവർ ആയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണത്. അതുപോലെ റഷ്യ വരില്ല, നേരിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ചൈനയും അത് തന്നെയാണ് നിലപാട് പറഞ്ഞത്, അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവർ ടെസ്റ്റ് ഡോസ് നടത്തുന്ന സ്റ്റാർലിങ്ക് അടിച്ച് ദൂരക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത് ഇറാന്റെ കഴിവ് കൊണ്ടല്ല അതിനെ നിശ്ചലമാക്കിയത്, ഈ റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക വിദ്യയിൽ ആണ് ആ ഒരു വൻ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഒന്ന് വലിഞ്ഞു നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് ഈസിയാണ് കാര്യം. അവിടെ വന്നിട്ട് കുറെ ഇടത്ത് ബോംബിട്ടിട്ട്, പിന്നെ ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അത് അദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഷായുടെ മകൻ അവിടെ എത്രത്തോളം സ്വീകാര്യത ഉണ്ട്, അല്ലെ സ്വീകാര്യനാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നൊരു വാക്ക് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഈ കലാപം ഇനിയിപ്പോ നടന്നു, ഇനിയിപ്പോ ഖമേനിയെ കൊന്നു, എല്ലാം ചെയ്തെന്ന് വെക്കുക, സങ്കല്പിക്കുക. ഇവിടെ ഇവരാരെ കൊണ്ടുവരും? അതൊരു പ്രശ്നമല്ലേ? ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരാളെ വേണ്ടേ അവിടുത്തെ ജനം അക്സെപ്റ്റ് ചെയ്യുന്നത്? അതിനർത്ഥം നമ്മൾ മുൻപ് ഇവിടെ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയെ പറഞ്ഞു, ഈ പഹലവി വന്നു കഴിഞ്ഞാൽ ഭരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ധനുഷിന് ഓർമ്മയുണ്ടാകും. 3 ദിവസത്തെ മുമ്പുള്ള ചർച്ചയിലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലീഡർ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് പറ്റൂ. അപ്പൊ അതൊരു വിഷയമുണ്ട് അതിനകത്ത്. അതാണ് ട്രംപ് പറയുകയും ചെയ്തത്. പിന്നെ ട്രംപ് അതൊന്നും പിന്നെ മനസ്സിൽ വെക്കുന്ന ഒരു ആളല്ല, ഒരു നിഷ്കളങ്കനാണ്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുറന്നു പറയും. അതിലിപ്പോ ഷായുടെ മകൻ വന്നാൽ എങ്ങനെയാണ് അവിടെ ഭരിക്കുന്ന ഒരു പിടുത്തവും ഇല്ല. കാരണം അതൊക്കെ വലിയ അംഗീകാരമുണ്ടോ എന്നറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ട്രംപിന് പിന്നിൽ അണിനിരക്കുമ്പോഴും നാറ്റോ അടക്കം വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു വിഷയം നിൽക്കുന്നു. മറുഭാഗത്ത് ബ്രിക്സിനെ
ബലപ്പെടുത്തി നിർത്തേണ്ടത് റഷ്യയുടെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ റഷ്യയോടൊപ്പം ജീവൻ കളഞ്ഞാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിൽക്കുന്നത്. കാരണം ഈ ട്രംപിന്റെ തിട്ടൂരമൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തും ഒക്കെ അവരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. ഇറാൻ അവരെ സഹായിച്ചിരുന്നു, ഉത്തര കൊറിയ അവരെ സഹായിക്കുന്നുണ്ട്, ചൈന അവരെ സഹായിക്കുന്നുണ്ട്, ബ്രസീൽ അവരെ സഹായിക്കുന്നുണ്ട്. ഈ ആപത്ത് കാലത്ത് കൂടെ നിന്നൊരു സുഹൃത്തുക്കളെ വേറൊരു ശത്രുവിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ എന്തായാലും പുടിൻ തയ്യാറാകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇറാന്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് ക്ലിയർ ആയിട്ട് വിളിക്കേണ്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എത്തില്ല, ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, പക്ഷെ ഞാൻ യുദ്ധത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഒന്ന് മാറി. കാരണം ഞാൻ മുമ്പും നമ്മൾ ചർച്ചയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. ഇന്റർനാഷണൽ മീഡിയസ് പറയുന്നത് ആ കാര്യം തന്നെയാണ്. കാരണം ഇറാനിൽ ചുമ്മാതെ ഒന്നും ഞോണ്ടിയിട്ട് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബോംബിങ്, ജസ്റ്റ് ഒരു ബോംബിങ് പോലും അമേരിക്ക നടത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഖമേനി അവരുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിടും, അവർ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ സംഘർഷ മേഖലയാകും. പശ്ചിമേഷ്യ സംഘർഷ മേഖലയായ ലോകത്ത് മുഴുവൻ അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. എണ്ണയ്ക്ക് കുതിച്ചുയരും, ക്രൂഡ് ഓയിൽ അടക്കമുള്ള എണ്ണ വില കുതിച്ചുയരും. എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യമാണ് ലോകം എന്നുകൂടി നാം ഓർക്കണം. വണ്ടിയല്ല ഓടുന്നത്, പകരം ഈ മിഷനറീസ്, ഇഞ്ചനുകൾ, അങ്ങനെ എല്ലാ രംഗവും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം കൂടെ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെ ട്രംപ് ഇതിട്ടു. എനിക്ക് തോന്നുന്നു ട്രംപിനെ ഇപ്പൊ ഒതുക്കിയതിലൊരു വലിയ ക്രെഡിറ്റ് വെനിസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മച്ചുഡോയ്ക്ക് തന്നെ കൊടുക്കണം. അദ്ദേഹം അവർക്ക് കിട്ടിയ നോബൽ പ്രൈസ് ട്രംപിന് വിറ്റതോ ഇനി ദൈവത്തോർത്ത് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഏതായാലും അമേരിക്കയുടെ ചരിത്രത്തിൽ നോബൽ സമ്മാനം പിടിച്ചു വാങ്ങിച്ചതോ വില കൊടുത്തതോ വാങ്ങിയതോ ആയ ഒരേ ഒരു പ്രസിഡന്റ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും റഷ്യ ഒരു ഹീറോ ആയി ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 48 മണിക്കൂർ നമ്മളെ തെളിയിക്കുന്നതും. ഇറാന്റെ വിഷയത്തിൽ ട്രംപിന്റെ ഈ അയവും ഒക്കെ ട്രംപിന്റെ ഒരു തള്ള അറിയാമല്ലോ. ട്രംപ് പറയുന്നത് 800 പേരെ അവർ തൂക്കിക്കൊല്ലാൻ ഇരുന്നതാണ്, ഞാനിപ്പോ ഇടപെട്ടതുകൊണ്ട് അതില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, അങ്ങനൊന്നും ഇല്ല, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഇതിനകത്ത് ആരേക്കടെ തൂക്കിക്കൊല്ലേണ്ടതെന്ന് വെച്ചാൽ അവരെ ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും ഗിയർ വേണം എന്ന് നമുക്ക് കരുതാം. ഏതായാലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ഇതിന്റെ താഴെ വന്നിട്ട് ട്രംപ് കി ജയ് എന്ന് വിളിക്കുന്നവർക്ക് പറയാനുള്ളത്, നല്ലൊരു യുദ്ധം ഉണ്ടായാൽ കെട്ടി മലയാളി അടക്കമുള്ള വലിയൊരു പ്രവാസി സമൂഹം ഇനി എത്തും. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഇറാൻ അങ്ങനെ നിലനിൽക്കട്ടെ. അവരുടെ ആഭ്യന്തര വിഷയമാണ് ഖമേനി വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇവിടെ കിടന്ന് ഈ കോൺഗ്രസ്സുകാർ മോദി താഴെ ഇറങ്ങാൻ പറയുന്നില്ല, അത് നമ്മുടെ ആഭ്യന്തര വിഷയമല്ലേ. അത് കണ്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് ഇപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ മോഡൽ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു സഹിച്ചു എന്ന് കരുതി ട്രംപ് നാളെ മിസൈലോട്ട് വരാൻ പറ്റുമോ? അന്ന് ഇപ്പൊ തന്നെ അടിച്ചിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിക്കൂ? ഇതൊക്കെ തന്നെയാണ് അവിടെയും ഉള്ളത്. ഏതായാലും ഈ പ്രക്ഷോഭം പെരുവഴിയിലാകാതിരുന്നാൽ മതിയായിരുന്നു. ഒന്ന് ഡൗൺ ആയി ഇപ്പൊ. അതുകൊണ്ടാണ് പഹലവിയൊക്കെ ഇപ്പൊ വിവിധ രാജ്യങ്ങളുടെ സപ്പോർട്ടൊക്കെ മേടിക്കുന്നത്, ഇന്ത്യയൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും നല്ല കാര്യം നടക്കട്ടെ. ഇന്ത്യക്കും അതിനകത്തൊരു റോളുണ്ട് എന്നുള്ളത്. കാരണം ചബാർ തുറമുഖം എന്ന് പറയുന്നത് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കൊരു ഇളവൊക്കെ അമേരിക്ക തന്നിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളതിന്റെ പണി നിർത്തി വെച്ചിരിക്കുന്നത് അമേരിക്ക ഭയന്നിട്ടല്ല. കാരണം ഒരു അടി ഉണ്ടാകും എന്നുള്ളത് തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആളുകളെ എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക്. അവിടുന്ന് ഇപ്പൊ ഫസ്റ്റ് വിമാനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നിപ്പം നമുക്ക് കുറ്റപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ, പേടിച്ച് വിറച്ചെന്നോ മുട്ടിലെഴുതുന്നോ ഒക്കെ നമുക്ക് പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല.